കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തിങ്കളാഴ്ച എന്ന് വെച്ചാൽ 2026 മെയ് 18-ന്. ഒപ്പം 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് കണ്ടറിയേണ്ടതുണ്ട്. രണ്ടാം ലഹള മന്ത്രിസ്ഥാനത്തിനു വേണ്ടി കോൺഗ്രസിനകത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ LDF-നെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും അത് ബാധിക്കുക? ഭീഷണിയാണോ അതല്ല ആശ്വാസമാണോ? ആശ്വാസമാണ് എന്നാണ് പറയേണ്ടി വരിക. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി മത്സരത്തിൽ ഉണ്ടായിരുന്നവർ. അവരെയെല്ലാം വെട്ടിമാറ്റിയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് തന്നെ 2 പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം അപ്പുറത്ത് പിണറായി വിജയൻ 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും എന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം LDF-നെ എങ്ങനെയാണ് ബാധിക്കുക? സംശയമേ ഇല്ല, LDF-ന് ആശ്വാസമാണ്. എന്തുകൊണ്ടാണ്? വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാതിരുന്നാൽ വി ഡി സതീശൻ മന്ത്രി പോലും ആകില്ല. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും റിസൾട്ട് വന്നതിന് ശേഷവും ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയുണ്ട്. അത് മൊത്തത്തിൽ ജനങ്ങളിൽ നിന്ന് ലഭിച്ചോ, കോൺഗ്രസിന്റെ മുഴുവൻ ആളുകളിൽ നിന്ന് ലഭിച്ചോ, അത് മുസ്ലിം ലീഗിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിൽ നിന്നും മാത്രമാണോ എന്ന തർക്കമൊക്കെ ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ആരാണ് ജനങ്ങളെ രംഗത്തിറക്കിയത്? എന്തിനു വേണ്ടി? ഇതിനു പിറകിൽ പ്രവർത്തിച്ച PR ഏജൻസി വർക്ക് എന്തൊക്കെയാണ് എന്നതൊക്കെ മറ്റൊരു വിഷയമാണ്. അതിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വന്നതോടുകൂടി കഴിഞ്ഞ കാലത്ത് വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വന്നില്ല, മന്ത്രിസഭയിലും വന്നില്ല, എങ്കിലോ ഞാനില്ലല്ലോ, ഞാൻ പുറത്തല്ലേ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് വി ഡി സതീശന് മാറി നിൽക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ മാറി നിന്നാൽ 5 വർഷം കഴിഞ്ഞ് വി ഡി സതീശൻ വീണ്ടും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും UDF സർക്കാർ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. UDF സർക്കാർ അമ്പേ പരാജയമായിരുന്നു. മുഖ്യമന്ത്രി പരാജയപ്പെട്ടത് കൊണ്ടാണ് സർക്കാർ തന്നെ പരാജയപ്പെട്ടത്. ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ നിൽക്കുമായിരുന്നു വി ഡി സതീശൻ. 5 വർഷം കഴിഞ്ഞാൽ വി ഡി സതീശൻ വീണ്ടും കത്തിക്കയറി വരുമായിരുന്നു, മുഖ്യമന്ത്രിയാകാനും UDF-ന്റെ നേതാവാകാനും കോൺഗ്രസിന്റെ നേതാവാകാനും. അത് LDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. വീണ്ടും വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ PR വർക്കിലൂടെ ഇന്ന് എന്താണോ ചെയ്തത്, ഇന്നലെ വരെ എന്താണോ ചെയ്തത്, അതൊക്കെ വീണ്ടും ആവർത്തിക്കും മുഖ്യമന്ത്രിയാകാൻ, അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാകാൻ. അത് LDF-നെ സംബന്ധിച്ച് വലിയ ഭീഷണിയാകും. ഇപ്പോൾ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? വി ഡി സതീശൻ 5 വർഷം കൊണ്ട് കത്തിത്തീരും. പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പാക്കാൻ കഴിയില്ല. നമുക്കറിയാലോ, ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു AK ആന്റണി. സർക്കാർ പാപ്പരാണ് എന്നാണ് പറയുന്നത്. സർക്കാർ പാപ്പരല്ല. 4500 കോടിയോളം രൂപ ഖജനാവിലുണ്ട് എന്ന് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്, കണക്കുകൾ ഉദ്ധരിച്ച് വിശദീകരിച്ചത്. അപ്പോൾ പറയുന്നത് സർക്കാർ പാപ്പരാണ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ്. എന്തിനു വേണ്ടി? പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാതിരിക്കുന്നതിന് വേണ്ടി. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മെയ് 15-ആണ്. മെയ് 15 മുതൽ കേരളത്തിലെ KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകും എന്നാണ് UDF പറഞ്ഞത്, വി ഡി സതീശൻ പറഞ്ഞത്, KC വേണുഗോപാൽ പറഞ്ഞത്, എല്ലാ UDF നേതാക്കളും MP-മാരും MLA-മാരും ഒക്കെ പ്രസംഗിച്ച് നടന്നത്. ഇന്ന് മെയ് 15-ആണ്. ഇതുവരെയും തീരുമാനമായിട്ടില്ല. അയ്യോ, മുഖ്യമന്ത്രി ആയില്ലല്ലോ, മുഖ്യമന്ത്രി ആകാൻ വൈകിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. UDF-ന് പറയാം, കോൺഗ്രസ് നേതാക്കൾക്ക് പറയാം. പക്ഷേ ഇന്നലെ AK ആന്റണി പറഞ്ഞ കാര്യമുണ്ട്. ആരെ സാക്ഷി നിർത്തിയാണ് പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സാക്ഷി നിർത്തി. കയ്പ് നീര് കുടിക്കേണ്ടി വരും, പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ കാലതാമസമെടുക്കും, പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയില്ല, വി ഡി സതീശന്റെ മനസ്സിൽ പലതും ഉണ്ടാകും, അതൊന്നും നടപ്പാക്കാൻ കഴിയുന്ന സാമ്പത്തിക സാഹചര്യമല്ല ഉള്ളത് എന്ന് പറഞ്ഞ് പിറകിൽ വി ഡി സതീശനും മുമ്പിൽ AK ആന്റണിയും മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് എന്നോർക്കണം. എന്ന് വെച്ചാൽ പറഞ്ഞതൊന്നും നടപ്പാക്കാൻ ഈ സർക്കാരിന് കഴിയില്ല എന്നത് തുറന്ന് സമ്മതിക്കുകയാണ് വി ഡി സതീശൻ മുന്നിൽ AK ആന്റണിയെ നിർത്തി. അതാണ് നാം ഇന്നലെ കണ്ടത്. എന്ന് വെച്ചാൽ 5 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ, 1 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി എത്രമാത്രം പരാജയമാണ് എന്ന് ബോധ്യപ്പെടും എന്നതാണ്.
കഴിഞ്ഞ ദിവസം AK ആന്റണിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നടപ്പാക്കാനുള്ളതല്ല പ്രകടന പത്രിക, നടപ്പാക്കാനുള്ളതല്ല ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ UDF സർക്കാർ ഒരു വമ്പിച്ച പരാജയമായിരിക്കും എന്ന സൂചന ഇപ്പോഴേ നൽകിയിട്ടുണ്ട് AK ആന്റണി. അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതോടുകൂടി VD സതീശൻ കത്തിത്തീരും. പിന്നെ VD സതീശന് കേരളത്തിൽ വലിയ സാധ്യതകൾ ഇല്ലാതാകും. അത് LDFനെ സംബന്ധിച്ച് വലിയ ഗുണമായി മാറാനാണ് സാധ്യത. 5 വർഷം കാത്തിരിക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ തല്ലിപ്പിരിയുമോ കോൺഗ്രസും UDFും എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ 5 വർഷം ഏറ്റവും കൂടുതൽ കാത്തിരിക്കേണ്ടി വരും LDFന് എന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. UDF എന്താണ് എന്ന്, VD സതീശൻ എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ പോകുന്ന കാലമാണ് വരാൻ പോകുന്നത്.